ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമുക്ക് മാനേജ്മെൻറ്റ് പാർലൻസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുമൊക്കെ പല ആളുകളെയും കൺവിൻസ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ടിയെ കൺവിൻസ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് മാനേജറെ കൺവിൻസ് ചെയ്യാനായിരിക്കും. എങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് പെർസുവേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിലെ ആദ്യത്തെ രീതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ രീതിയെ റെസിപ്രോസിറ്റി എന്നാണ് പറയുന്നത്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫേവർ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ മനുഷ്യൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫേവർ, ഏതെങ്കിലും തരത്തിലുള്ള വളരെ ചെറിയൊരു ഫേവർ ആയിക്കോട്ടെ, ആ ഫേവർ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ചെറിയ ഒരു കുറ്റബോധം ഒരു 90% ആളുകളിലും ഉണ്ടാകുന്നത് കാണാം. 90% ആളുകളിലേ ഉണ്ടാവും, 10% ആളുകളിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു 90% ആളുകളിലും തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ബോധ്യമുണ്ടാകും. ഇതിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പണമായിരിക്കാം, അവരുടെ സമയമായിരിക്കാം, അവരുടെ ബുദ്ധിയായിരിക്കാം, അവരുടെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു കാര്യം, അവർക്ക് വാല്യൂ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം കൊടുക്കുക. തീർച്ചയായിട്ടും പിന്നീട് വളരെ വളരെ സട്ടിലായിട്ടുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം ഒരു റിക്വസ്റ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വളരെ സാധാരണ ഒരു കാര്യം അവതരിപ്പിക്കുന്ന രീതിയിലോ പറയുക. ഇനി അവരോട് ചോദിക്കുകയാണ് എന്ന് പോലും അറിയണമെന്നില്ല. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലും മതി. ഒരു പക്ഷേ നമ്മളെ സഹായിക്കാനായിട്ട് അവർ ഇനീഷ്യേഷൻ എടുക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നല്ല ലീഡേഴ്സാണ്, നല്ല മാനേജേഴ്സാണ്. അപ്പോൾ റെസിപ്രോസിറ്റി ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് പെർസുവേഷനാണ്. രണ്ടാമത്തെ പെർസുവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒത്തൻറ്റിസിറ്റിയാണ്. എപ്പോഴും മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ വളരെ ഒത്തൻറ്റിക് ആണ് എന്ന് കാണിച്ചാൽ യാതൊരു സംശയവും വേണ്ട, വലിയ രീതിയിൽ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒത്തൻറ്റിക് ആണെന്ന് കാണിക്കാൻ സാധിക്കുക? നമ്മളുടെ പാസ്റ്റ് ഹിസ്റ്ററി കാണിക്കാം, നമ്മളുടെ ട്രാക്ക് റെക്കോർഡ് കാണിക്കാം, ചിലപ്പോൾ ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയലോ റെഫറൻസോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ കൃത്യമായി നമ്മളുടെ ഹിസ്റ്ററി, നമ്മളുടെ ട്രാക്ക് റെക്കോർഡ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തൻറ്റിക് ആണെന്നുള്ള ഫീൽ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന രീതി, ടോണ്, മോഡുലേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആക്ച്വലി മറ്റുള്ളവരിൽ ഒരു ഒത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ പെർസുവേഷൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ ഒത്തൻറ്റിക് ആവുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്കേഴ്സിറ്റിയാണ്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളത് മേടിക്കണം എന്നുള്ളൊരു തോന്നലാണ്. പെർസുവേഷൻ ചിലപ്പോൾ ഈ പെർസുവേഷൻ ടെക്നിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെയിൽസ് ടെക്നിക്കുകളിലാണ്. പലപ്പോഴും ഓഫറുകൾ ഇടുമ്പോൾ, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇന്നത്തേക്ക് മാത്രമുള്ള ഓഫർ, അല്ലെങ്കിൽ വെനസ്ഡേ മാത്രമുള്ള ഓഫർ, 2 മണിക്കൂർ മാത്രമുള്ള ഓഫർ, ആമസോണിലോ അജിയോ പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ കയറുമ്പോൾ പലപ്പോഴും ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു കൗണ്ട് ഡൗൺ ടൈമർ അവിടെ വെക്കാറുണ്ട്. 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതാ സമയം കുറഞ്ഞു വരുന്നു, ഇനി 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന, നമുക്കൊരു ടാർഗറ്റ് തരുന്ന, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമ്മളിൽ ജനിപ്പിക്കുന്ന തരത്തിലുള്ള, സ്കേഴ്സിറ്റി ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പെട്ടെന്ന് ആളുകളിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്കേഴ്സിറ്റിയും ഒരു പെർസുവേഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ്. മറ്റൊരു പെർസുവേഷൻ പ്രിൻസിപ്പിളാണ് ഫോളോയിങ് ദ ക്രൗഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഷ്യൽ പ്രൂഫാണത്. അതായത് സാധാരണ എല്ലാ ആളുകളും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പോൾ സാധാരണ നമ്മൾ റോമിൽ ചെന്നാൽ റോമാക്കാരനെ പോലെ എന്ന് പറയുന്ന പോലെ കൂടുതൽ ആളുകളും എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ സാധാരണ നമ്മളൊരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ സാധാരണ ചോദിക്കുന്നത്, ഇത് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റം ആണോ, ഇതെല്ലാവരും കൊണ്ടുപോകുന്ന ഐറ്റം ആണോ, ഇതിന് കംപ്ലൈൻറ്റുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ്, ഇത്രയും കസ്റ്റമേഴ്സ് ഇത് കൊണ്ടുപോയിട്ടുണ്ട്, ഇത്ര കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ബ്രാൻഡാണ്, ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന ആൾ ഉപയോഗിക്കുന്നത് ഈ ബ്രാൻഡാണ്. പലപ്പോഴും ഈ ബ്രാൻഡ് അംബാസിഡേഴ്സ് വരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ പ്രൂഫിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ ടൂത്ത് ബ്രഷാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയൊരാൾ ഉപയോഗിക്കുന്നത് പോലും അതാണ്, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം.
അപ്പോൾ ഇത്തരത്തിൽ ഇനിയും ഒരുപാട് രീതികളുണ്ട് ആളുകളെ പെർസ്വേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 പ്രധാനപ്പെട്ട തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പെർസ്വേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ടും പെർസ്വേഡ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് എല്ലാ ഘട്ടങ്ങളിലും സാധ്യമാണ്. ഇത് ഫാമിലിയിൽ സാധ്യമാണ്, ഇതൊരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ സാധ്യമാണ്, ഇതൊരു സെയിൽസ് സിനാരിയോയിൽ സാധ്യമാണ്. ഇത്തരം പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നിങ്ങളുടെ സിനാരിയോയിൽ ഉപയോഗിക്കാറുള്ളത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഉടനെ കാണാം.